അറിയാമല്ലോ കാലമായിട്ടറിയാം. ഹലോ ഹലോ എനിക്കെല്ലാം അറിയാം. വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. ഹിന്ദി വേണ്ട. കുറച്ച് കഴിഞ്ഞില്ലേ? ആ ഓട്ടായി. ഇനി നമ്മുടെ കോട്ട ഇവിടെ നിന്ന് പോവാണ്. രാജാ നമ്മളൊക്കെ പറഞ്ഞ രാജ്യമായതാ, കരാറായതാ. അതെ, എനിക്ക് നമ്മുടെ വോട്ടറാണ്. പോകല്ലേ പോലെ ഒന്ന് തൊട്ടേക്കട്ടെ. അല്ല ഇവിടെ ഇല്ലല്ലോ. ഇവിടെ കിട്ടില്ല, ഇവിടെ കിട്ടില്ല, ഇവിടെ കിട്ടില്ല. വേണ്ട വേണ്ട, ഇവിടെ ഒന്നും കിട്ടില്ല. നമ്മൾ ജനിച്ച ഏത് ഹോസ്റ്റലിലാണോ ആ ഹോസ്റ്റലിൽ നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. ആ കടയിൽ ഒരുപാട് പേരുണ്ട്. ചന്ദ്രൻപിള്ള ഈ കടയിലേക്ക് കൊടുത്തിട്ടോ ഷാജേ? ചായ ഇപ്പൊ കുടിച്ചു വരികയാണ്. അടുത്ത വരവിൽ കൊണ്ട് കുടിക്കണം. ഇപ്പൊ നല്ല ചൂടുള്ള കുറച്ച് കുടിച്ചോളാം. വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. കുറച്ചോട്ട് പിടിച്ചും തരണം. ഇത് ഹിന്ദി അല്ല, ഇത് തനിനാട്. അത് ഹിന്ദിയാ? ഇവിടെ തന്നെയല്ലേ? പണിയിലാണ്. ചേട്ടൻ അറിയാൻ തന്നെ. അത് വേണ്ട, ഇരുന്നോടാല്ല, ഇവിടെ പിടിക്കാനല്ല. നല്ല കൂടാണ്. പാകണം പാകണം. ആരോടാ അടുത്താണ് നിൽക്കണത്. ഞങ്ങളെല്ലാം അങ്ങോട്ട് കാണാം കേട്ടാ. ആയിക്കോട്ടെ. രാവിലെ
നിങ്ങളെയൊക്കെ കാണാനും സ്ക്രീൻ എടുത്തോണ്ടിരിക്കുന്നത് അങ്ങ് എത്തിരിക്കുന്ന എൻ്റെ ടീച്ചറാണ്. സ്കൂളിൽ എൻ്റെ ടീച്ചറാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ എട്ടാ ടീച്ചർ ഏറ്റവും അറ്റത് ഒന്ന് എഴുതിക്ക് വരെ കാണട്ടെ. ഇനി ഒന്ന് എനിക്ക് പോലെ പിന്നെ ആരൊക്കെയാണെന്ന് ഞങ്ങൾ ആരും ഇതിനെ പരിചയപ്പെട്ടിട്ടില്ല. ഇൻട്രോടൈമിംഗ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന്. സമയം വേസ്റ്റ് ആകാതെ പോലെ. നമസ്കാരം. വളരെ സന്തോഷം. ഒരുപാട് മോൾ പ്രൊഫസർ മകൻ എഞ്ചിനീയറിംഗ് ഫൈനൽ നന്നായി ഇങ്ങനെ ഇവിടെ പ്രവേശിക്കാൻ അനുവാദം തന്നത് എന്ന് വലിയ കാര്യം. അത് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി രേഖപ്പെടുത്തുന്നത് സംഘടിപ്പിക്കാം. രണ്ടാമത് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് കേരള കൗമുദിയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങേയറ്റം സാമൂഹ്യ പ്രയോജനമുള്ള ഒരു പരിപാടി വിപുലമായ കാഴ്ച പ്രചരിപ്പിച്ച കേരള കൗമുദിയുടെ സംഘാടകരോട്, പരിപാടി സംഘാടകരോട്, അതിൻ്റെ പത്രാധിപ സമിതിയോടും ഞാൻ എൻ്റെ ഒരു ആദരവ് ഈ സന്ദർഭത്തിൽ വെളിപ്പെടുത്തുകയാണ്. എനിക്കിപ്പോഴേക്കും നല്ല ബന്ധമുള്ള എന്നോട് പ്രിൻസിപ്പൾ പറഞ്ഞ ഈ പരിപാടി നടക്കുന്ന കാര്യം. ഇതിൻ്റെ വികസന ആവശ്യത്തിന് MP ആയി സമയത്തൊക്കെ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടായിരിക്കും കണ്ടു. എൻ്റെ പേര് കുഴപ്പമില്ലാണ്ട് കണ്ടു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം പല രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ളവരായിരിക്കും. നിങ്ങളുടെ വിവേചനത്തിൽ ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഞാൻ ആരെങ്കിലും വന്ന് കണ്ടെത്തിയിരിക്കും. ഇടതുകൊണ്ട് ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായി അങ്ങേയറ്റത്തെ വിജയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. അഭിവാദനങ്ങൾ. എൻ്റെ ചിഹ്നം ചുറ്റിയുള്ള നക്ഷത്രമാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വീട്ടിലേക്ക് വന്ന് കാണാൻ ഞാൻ പരമാവധി ശ്രമിക്കും. എല്ലാം നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അഭ്യർത്ഥന ഏതായാലും എത്തുന്നുണ്ട്. ഇത്രമാത്രമേ പറഞ്ഞാൽ ഇത് കപ്പലിലേക്ക് എന്ത് പറഞ്ഞത് അധികമാണ്. വളരെ വീണ്ടും നന്ദിയോടെ ഞാൻ തോന്നിയിരിക്കുന്നു. മോളെന്തി മുഖ്യമായും വ്യവസായങ്ങളും വ്യവസായ തൊഴിലാളികളുമാണ് ഇതിൽ വരിക. അങ്ങനെ പറയുമ്പോൾ തന്നെ ഏതാണ്ട് നല്ലൊരു ഭാഗം കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഭൂരിപക്ഷമുള്ള 3 പഞ്ചായത്തുകളും ഈ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ ഒരു വികസനം സംബന്ധിച്ച കാഴ്ചപ്പാടിൽ എപ്പോഴും വ്യവസായ വികസനവും പശ്ചാത്തല വികസനവും കാണുമ്പോൾ തന്നെ കാർഷിക മേഖലയ്ക്ക് മതിയായ ഒരു പ്രാധാന്യം നമ്മൾ തുല്യമായ നിലയിൽ കാണേണ്ടതാണ്. അപ്പോൾ വ്യവസായ കാർഷിക മേഖലകളുടെ വളർച്ചയും ആ വളർച്ചയ്ക്കൊപ്പം ഒരു പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം ഒരിക്കലും ഇതിൽ കാണുന്നു. ഇപ്പോൾ വികസന കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രവണത എൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിഗണനത്തിൽപ്പെട്ടത്, വീണ്ടും ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്ന് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ മുൻകാല രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായൊരു ചിന്തയുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഒന്ന് VS ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ഏതാണ്ട് ഒരു 58 മാസക്കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ പ്രകടമായി തന്നെ പാവപ്പെട്ട മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ സാമൂഹ്യക്ഷേമ നടപടികളുടെ കാര്യത്തിൽ നല്ല ഒരു ഊന്നൽ ഈ ഗവൺമെൻറ്റിനാണ്. അത് ഭക്ഷ്യധാന്യത്തിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും നന്നായി വന്നത്. അരി സൗജന്യ നിരക്കിൽ കൊടുക്കാനുള്ളത് നല്ല നിലയ്ക്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മുഴുവൻ കാർഡുടമകൾക്കുമാക്കിയത് മാറ്റി. അങ്ങനെ മാറ്റിയതിന് ഒരു തികഞ്ഞ സംഘടിത രാഷ്ട്രീയ നിലപാട് വെച്ച് എതിർക്കുന്ന ഒരു സമീപനം UDF സ്വീകരിച്ചത് വോട്ടർമാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ തന്നെയല്ല. അങ്ങനെ ചെയ്ത ഒരു നടപടിയെ ചോദ്യം ചെയ്ത ഒരു മുന്നണി വീണ്ടും 1 രൂപ എന്നൊക്കെ പറയുമ്പോൾ അതൊരു പരിഹാസ്യമായ വാഗ്ദാനമായി കേരളത്തിലെ ആളുകൾ കാണുകയാണ്. ഇവിടെയും അതാണ്.
മറ്റൊന്ന്, ഞങ്ങളുടെ ഈ വ്യവസായ മേഖലയിൽ ഒരുപാട് തൊഴിലാളികൾ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് പെൻഷൻ വാങ്ങി ജീവിക്കുന്നില്ല, പിരിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരത്തെ അറിയാം, തൊഴിലാളി പ്രവർത്തകർ എന്ന നിലയിൽ വളരെ വളരെ താഴ്ന്ന ഒരു പെൻഷൻ തുക 300 രൂപ 400 രൂപയൊക്കെയാണ് വ്യവസായങ്ങളിൽ നിന്ന് പിരിഞ്ഞൊരു തൊഴിലാളിക്ക് കിട്ടുന്നത്. ഈ ഗവൺമെൻറ് ഇപ്പോൾ കൊടുക്കുന്ന 400 രൂപയാണ് അസംഘടിത മേഖലയിലടക്കം കർഷക തൊഴിലാളികൾക്കും. അത് 1000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ വെച്ചത്. ഇതൊക്കെ ചെയ്യാൻ ഇടതു മുന്നണിയുടെ സാമ്പത്തിക നില അനുവദിക്കുമോ എന്നൊരു ചോദ്യം ആര് ചോദിച്ചാലും മികച്ച ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ 5 വർഷത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ളതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് വയ്ക്കുന്ന ഈ 1000 രൂപയുടെ പെൻഷൻ ആകർഷകവും വളരെ താല്പര്യമുള്ള സ്വീകരിക്കുന്നത്. ഞാനത് കമ്പയർ ചെയ്യുന്നത് വ്യവസായ തൊഴിലാളികൾക്ക് കിട്ടാൻ ഇടയില്ലാത്ത വിധത്തിൽ ഈ പെൻഷൻ സ്കീം ഇങ്ങനെ ആയിപ്പോയത് കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകൊണ്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് നയിക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന UDF ഈ പെൻഷൻ പ്രശ്നത്തിൽ വ്യവസായ തൊഴിലാളികളുടെ ഒരു വലിയ എതിർപ്പും പ്രതിഷേധവും താങ്ങേണ്ടി വരും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ പൊതുവിൽ വികസന കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു നിലപാട് അത്രയ്ക്ക് സഹായകമാകേണ്ടതൊരു പ്രചാരവേല, വികസന വിരുദ്ധമാണെന്നൊരു പ്രചാരവേല ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു വികസന പ്രശ്നം ഇടതുമുന്നണിക്കെതിരായി ഉന്നയിക്കാൻ കഴിയാത്ത വിധത്തിൽ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ, ഇപ്പോൾ സ്മാർട്ട് സിറ്റി ഒരു യാഥാർത്ഥ്യമായിരുന്നില്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൻ്റെ സ്വഭാവം തന്നെ മാറുമായിരുന്നു, ഈ മേഖലയിൽ പ്രത്യേകിച്ചു. അപ്പോൾ അത് പ്രാവർത്തികമാക്കി. സൈബർ സിറ്റി വന്നു, കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ കമ്മീഷൻ ചെയ്തോടെയുള്ള പുതിയ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകളുടെ പുതിയ ഒരു സാഹചര്യം വരുന്നു. ഇങ്ങനെ വികസനത്തിനൊരു കുതിപ്പിൽ നിൽക്കുന്ന കൊച്ചിയുടെ ഹൃദയഭാഗത്തുള്ള കളമശ്ശേരി മണ്ഡലത്തിൻ്റെ വികസനത്തിനകത്ത് പശ്ചാത്തല സൗകര്യങ്ങൾക്ക് തന്നെയാണ് മുഖ്യമായ പ്രാധാന്യം. അതിവിടെ വിശദീകരിക്കുന്നത്. മറ്റൊരു കാര്യം ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും, മുൻപ് എപ്പോൾ ഇടതു മുന്നണി ഒരിക്കൽ ഭരിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞങ്ങൾക്കെതിരെ വരുന്നൊരു പ്രധാന ആക്രമണം ക്രമസമാധാന രംഗത്ത് തകർത്ത്. ഇത്തവണ അങ്ങനൊരു വാക്ക് പോലും ആരും ഉന്നയിക്കുന്നില്ല ഞങ്ങൾക്കെതിരെ. പോലീസിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഒരു മാതൃകാപരമായ ഒരു നിലപാട് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചതുകൊണ്ട്, കേന്ദ്രം അവാർഡ് നൽകി അംഗീകരിക്കുക കൂടി ചെയ്തതുകൊണ്ട് ആ ഒരു പരമ്പരാഗത ആക്രമണത്തിന് സാധ്യതയില്ല. ഒടുവിലായി ഇന്ന് ദേശീയ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ളത് കൊടിയ അഴിമതിയുടെ കാര്യങ്ങളിലാണ്. അഴിമതിയുടെ മുൻകാല പാറ്റേണൊക്കെ മാറി ഇപ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടക്കുമ്പോൾ അത്തരമൊരു അവസ്ഥയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ 5 കൊല്ലത്തെ നമ്മൾ താരതമ്യം ചെയ്താൽ ഒരൊറ്റ മന്ത്രിക്കെതിരായ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അഴിമതി രഹിതമായ ജനപക്ഷ നിലപാടും ക്ഷേമ പ്രവർത്തനങ്ങളുമുള്ള വികസനത്തിൽ മതിയായ ശ്രദ്ധ കാണിക്കുന്ന ക്രമസമാധാന രംഗത്തും മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണി എന്ന നിലയ്ക്ക് ഇടതുപക്ഷ മുന്നണി VS നയിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഈ മണ്ഡലത്തിൽ ലഭ്യമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ കാര്യത്തിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ കുറെ കൂടി ചിട്ടയായി ഒരു നല്ല മത്സരം, കടുത്ത മത്സരം നടന്ന് അവിടെ വിജയിച്ച് വരേണ്ട വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അത് ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. Okay. Are you satisfied with? Oh, sure.